ജി സുധാകരൻ്റെ പ്രസംഗത്തിൽ മറ്റൊരു രസകരമായ കാര്യത്തിലുണ്ട്. ഇക്കാര്യത്തിൽ MD വാസുദേവൻ നായർ പറയേണ്ടതില്ല. അതൊക്കെ ഞാനും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. MD പറഞ്ഞപ്പോൾ മാത്രം എന്താ ഭയങ്കര ഇളക്കം. MD പറഞ്ഞതിനോട് ഞാൻ എന്തിനാണ് പ്രതികരിക്കുന്നത്? ഞാൻ 60 വർഷമായി എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്ന് അദ്ദേഹം പറയുന്നു. എനിക്ക് തോന്നുന്നു ഈ സുധാകരനെ നമ്മൾ ഒരു രാഷ്ട്രീയക്കാരനായി മാത്രമല്ല അറിയപ്പെടുന്നത്, ഒരു സാഹിത്യകാരൻ കൂടിയാണ്. അപ്പോൾ ഈ MD ഇതിപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താണ് പ്രത്യേകത? ഞാൻ പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനിയും മറ്റൊരു സാഹിത്യകാരനാണ്, ഞാനൊരു സാഹിത്യകാരൻ കൂടിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം. അതുകൊണ്ട് MDയെ പോലെയുള്ള ഒരാളൂടെ പറഞ്ഞാലേ ഇനി നിങ്ങൾക്ക് മനസ്സിലാകൂ എന്ന് പറയുന്നതിനകത്തിലെ ഒരു തെറ്റിനെയാണെന്ന് തോന്നുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 60 വർഷമായി കാര്യം പറയുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്കിത് മനസ്സിലായില്ല എന്നാണ്. അതിൽ MD പറഞ്ഞത് തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നില്ല. ഈ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കോഴിക്കോട് MD നടത്തിയ ആ പ്രസംഗം വളരെ വലിയ വിവാദമായിരുന്നു, വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു, പല രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ ജി സുധാകരനെ ഒഴികെയുള്ള ബാക്കി എല്ലാ CPM നേതാക്കളും ഇത് പിണറായി വിജയനെ കുറിച്ചല്ല പറഞ്ഞത് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. ദേശാഭിമാനി ആ രീതിയിൽ MD അങ്ങനെ വിശദീകരിച്ചു എന്ന രീതിയിൽ വാർത്ത വരെ കൊടുക്കുകയുണ്ടായി. MV ഗോവിന്ദൻ മാഷ് മുതൽ ഇങ്ങ് താഴോട്ടുള്ള എല്ലാ നേതാക്കളും ഇത് CPM-നെ കുറിച്ചല്ല, പിണറായി സർക്കാരിനെ കുറിച്ചല്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ജി സുധാകരൻ ഇവിടെ ഇത് ഉദ്ദേശിച്ചത് പിണറായിയെ കുറിച്ച് തന്നെയാണ്, ഞങ്ങളെ കുറിച്ച് തന്നെയാണ് എന്ന് തന്നെ പറയാണ്. കാരണം ഇത് ഞാൻ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. പക്ഷേ ഒന്ന്, പിണറായി വിജയനെ കുറിച്ചല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. രണ്ട്, MD പറഞ്ഞത് തെറ്റാണ് എന്നും അദ്ദേഹം പറയുന്നില്ല. അങ്ങനെ പറയാൻ പാടില്ല. ഭരണവും സമരവും എന്താണെന്ന് ഞങ്ങൾക്കറിയാം, MD വാസുദേവൻ നായർ അത് പറയേണ്ടതില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ പറഞ്ഞതിനെ അദ്ദേഹം വേറെ രീതിയിൽ മറ്റ് CPM നേതാക്കൾ പറഞ്ഞതുപോലെയല്ല വിമർശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ തനതായ രീതിയിൽ തന്നെയാണ്. എന്തായാലും ഭരണവും സമരവും ഒക്കെ നമ്മൾ കാണുന്നുമുണ്ട്. അതെ, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.